ശബരിമലയിൽ പുതിയ ദർശന ക്രമീകരണം വരികയാണ്. ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ പോകുന്നവർ ദർശനം നടത്തുന്നത് എങ്ങനെയാണ്? 18-ാം പടി കയറി ഫ്ലൈ ഓവർ ചുറ്റി വന്ന് അയ്യപ്പ ദർശനം നടത്തുന്നു. ആ രീതി അങ്ങ് മാറുകയാണ്. കൊടിമര ചോട്ടിലൂടെ നേരെ അയ്യപ്പ ദർശനം. അതെങ്ങനെയാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്തും അംഗം A അജികുമാറും വിശദീകരിക്കും. തിരക്ക് കുറയ്ക്കാനുള്ളൊരു സംവിധാനമായിരിക്കും അല്ലേ? ഏതാണ്ടൊരു 60-70% പേർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഒരേ സമയം 230-250 വരെ ആളുകൾ ഒരേ സമയം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ശരാശരി ഒരു 4-5 സെക്കൻഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതൊന്ന് മാറ്റി കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആയി അവിടെ എത്തുന്ന ഭക്തർക്ക് ലഭിക്കണം, ഭഗവാനെ കാണാൻ സാധിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ശബരിമല എന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങൾ നടക്കുമോ നടക്കില്ലേ എന്നതിനെ സംബന്ധിച്ച് ഒരു ട്രയൽ വേണം. ആ ട്രയലാണ് ഇപ്പം നമ്മൾ ഈ മാസപൂജയ്ക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണ് ആ ട്രയൽ? കൊടിമര ചോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് ദർശനം? അതായത് 18-ാം പടി കയറി വരുന്നു. ശരാശരി ഒരു മിനിറ്റിൽ 80-85 പേര് കയറി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരെ ഈ കൊടിമര ചോട്ടിൻ്റെ സൈഡിൽ കൂടി ബലിക്കൽ പുരയ്ക്ക് നേരെ ഓപ്പോസിറ്റ് 2 വഴികളുണ്ട്. അതുവഴി കയറ്റി 2 വശത്തൂടെയും കയറി പോകുമ്പോൾ ഭഗവാന് കാണാൻ വേണ്ടി ഒരു 20 മുതൽ 30 സെക്കൻഡ് വരെ കിട്ടാം. 20-25 സെക്കൻഡ് കയറി ഇടത്തോട്ട് പോകുന്നു. ഇവിടുന്ന് വീണ്ടും വലതുവശത്തോട്ട് ഇവിടുന്ന് വരുന്ന ആളുകൾ വീണ്ടും കയറ്റി കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി വീണ്ടും ഇടതുവശത്തേക്ക് പോകുന്നു. അതേ സമയത്ത് തന്നെ സിവിൽ ദർശനമുണ്ട്. അപ്പം ബലിക്കലിൻ്റെ കയറി നമ്മളൊരു ഇതിന് പ്ലാറ്റ്ഫോമിലോട്ട് കയറുന്നതോട് കൂടി തന്നെ ഒരു 20 മുതൽ മിനിമം 20 സെക്കൻഡ് കിട്ടും. തന്ത്രിയുടെ പെർമിഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അനുജ്ഞ വാങ്ങി അയ്യപ്പനെ നേരിട്ട് ദർശിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഫ്ലൈ ഓവർ വഴി കറങ്ങി വരുമ്പോൾ 3-4 സെക്കൻഡ് മാത്രമേ കറങ്ങി ഒന്ന് നിൽക്കാൻ കഴിയൂ. ഭക്തർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ക്രമീകരണമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതൊന്ന് സക്സസ് ആയി വന്നാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇത് വരുന്ന വിഷുവിനാണ്. ആ വിഷുവിന് സക്സസ് ആയാൽ പിന്നെ ഇത് സക്സസ് ആയി എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഫ്ലൈ ഓവർ ഇനി ഉപയോഗശൂന്യമാകുമോ? എങ്ങനെയാണ്? ഇല്ല, ഫ്ലൈ ഓവർ ഉണ്ടാവും. കാരണം കൂടുതൽ തിരക്കുള്ള സമയത്ത് ആ ഭക്തരെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈ ഓവർ ഉപയോഗപ്പെടുത്തും. ശ്രീകോവിലിനെക്കാളും ഉയരത്തിൽ നിൽക്കുന്ന ഒരു നിർമ്മിതിയാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയൊക്കെ നടന്നല്ലോ. അതിലേക്ക് ഇപ്പോൾ ഇവിടെ പോകും. മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അത്തരത്തിൽ കൂടുതൽ ഡിസ്കഷനിലേക്ക് നമുക്ക് പോകാം. നിലവിൽ പക്ഷേ ഞങ്ങൾ അത് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഒരു അവധാനതയോടു കൂടി മാത്രമേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതായാലും ദേവസ്വം ബോർഡ് ഒരു ട്രയൽ നടപ്പാക്കാൻ പോവുകയാണ് ഈ മീനമാസ പൂജ കാലത്ത്. പ്രധാനമായ ലക്ഷ്യം കൂടുതൽ ഭക്തർക്ക് കൂടുതൽ സമയം അയ്യപ്പ ദർശനത്തിന് അവസരമൊരുക്കുക എന്ന് തന്നെയാണ്. ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.